UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന AK ബാലന്റെ വാക്കുകളിൽ പാർട്ടി രണ്ട് തട്ടിൽ. പാർട്ടി സെക്രട്ടറിയും പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനമുയർത്തി. എന്നാൽ AK ബാലന് പൂർണ്ണ പിന്തുണ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. പണ്ടത്തെ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയതിനെ മറച്ചുവെച്ചാണ് CPMന്റെ പുതിയ പ്രചാരണ രീതി. ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമാണ് ജമാഅത്ത് ബന്ധമെന്ന് സ്ഥാപിച്ച് ഭൂരിപക്ഷ വോട്ടുകൾ നേടിയെടുക്കുക എന്ന രാഷ്ട്രീയമാണ് CPM പയറ്റുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന AK ബാലന്റെ വാക്കുകളിൽ വിദ്വേഷം മാത്രമാണുള്ളത്. പാർട്ടി നിലപാട് താൻ പറയുന്നതാണെന്ന് സംസ്ഥാന സെക്രട്ടറിയും ബാലനെതിരെ കടുത്ത വിമർശനങ്ങൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്തതോടെ CPM നിലപാട് മാറ്റിത്തുടങ്ങി എന്ന പ്രതീതിയുണ്ടായിരുന്നു. എന്നാൽ അതിന് മണിക്കൂറുകൾ മാത്രമായിരുന്നു ആയുസ്. പിന്തുണയുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു. ന്യൂനപക്ഷ വിരുദ്ധർ CPM അല്ല എന്ന് സ്ഥാപിക്കാൻ AK ആന്റണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പഴയ ബൈറ്റുകൾ CM നിരത്തി. ഒരു കോൺഗ്രസിന്റെ സിംല സമ്മേളനമില്ലേ, ആ സമ്മേളനത്തിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ബാലന്റെ വാക്കുകൾ കുറച്ച് കടന്നുപോയെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിലുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തിയതോടെ ഇനി ആരും പരസ്യമായി പിന്തുണ നൽകാൻ സാധ്യതയില്ല. മീഡിയ 1 തിരുവനന്തപുരം.